പുതിയ തലമുറക്ക് ഗുരുനാഥന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെരയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഗുരുനാഥന്മാരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് നീ ഗുരുനാഥൻ എന്ന് പറഞ്ഞതിന് വേറൊരു സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല, മാഷ് മാത്രമല്ല, ടീച്ചർ മാത്രമല്ല, എല്ലാ ഗുരുനാഥന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ പേനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് പേന. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇൽമിന്റെ ആദ്യത്തെ വഴി പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. അപ്പം നമ്മൾ എത്രത്തോളം നോക്കണം എന്ന് വെച്ചാൽ പേനയെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നോക്കണം. പേനക്കളി എന്നൊരു കളിയുണ്ട്. ശൈത്താൻ ഉണ്ടാക്കിയ കളിയാണ് കളി, പേനക്കളി. കാരണം പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇൽമ് നഷ്ടപ്പെടാൻ കാരണമാവും, ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെടാൻ കാരണമാവും. മഷീൽ ബറക്കത്തുണ്ട് എന്ന ഹദീസിലുണ്ട്. മഷീൽ ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാനില്ലെങ്കിൽ ഒരു പേന കൊണ്ടെടുക്കണത്. പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല, എന്നാലും കീശയിലൊരു പേന വേണം. കാരണം എന്തേ? മഷീൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പേനയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് നോക്കണം. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഒരിക്കലും ഒരു കുട്ടിയെ പഠിപ്പിക്കൂല. ആ പുസ്തകത്തിൻ്റെ ബാക്കിലുള്ള ഒരാളാണ് പഠിപ്പിക്കുക. പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അതിൻ്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഡിക്ഷണറി പോലും തലക്ക് വെച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല. അതിൻ്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതായി മാറും. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉപയോഗം കഴിഞ്ഞ പുസ്തകമാണെങ്കിൽ അത് തൂക്കി വെക്കുകയല്ല വേണ്ടത്. അത് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ നല്ല നിലയിൽ സംസ്കരിക്കണം. കാരണം അത് ഇൽമിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ചില വ്യക്തികളാണുള്ളത്. ആ പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഭാഗമാവും. ഇതൊക്കെ ഗുരുനാഥന്മാരെ അനാദരിക്കുന്നതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യം ഉത്തരവാദിത്ത ബോധമാണ്. ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെയോ അധ്യാപകരുടെയോ ഉത്തരവാദിത്തമല്ലല്ലോ, രക്ഷിതാക്കളായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉത്തരവാദിത്തമാണ്. ഞമ്മക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചാൾക്കാരെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ഉത്തരവാദിത്തം ഒഴിവാകുന്നില്ല. പഠിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. പിന്നെയും ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആൺകുട്ടികളെക്കാൾ കൂടുതലായി വൈജ്ഞാനിക നിരാശാരോഗം കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ് എന്നാണ്. എൻ്റെ വാപ്പി എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആൺകുട്ടികൾക്ക് ചിലപ്പം തോന്നിയില്ല എന്ന് വരും, പക്ഷെ പെൺകുട്ടികൾക്ക് തോന്നും എൻ്റെ വാപ്പി എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന്. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ സങ്കടമുള്ളവരായിരിക്കും. അതുകൊണ്ട് ആൺകുട്ടികൾ ഇനിയിപ്പോൾ പഠിക്കാൻ പല വഴിയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം വയലേക്കെങ്കിലും ചെയ്യും. പക്ഷെ പെൺകുട്ടികൾക്ക് അതിനും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ ശ്രദ്ധയോടുകൂടെ ദീൻ പഠിപ്പിക്കണം പെൺകുട്ടികളെ. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അടുത്ത തലമുറയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാനേജിങ് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെ ഉത്തരവാദിത്തമൊന്നും ഒഴിവാവില്ല. നമ്മൾ തന്നെയാണ് ഉത്തരവാദപ്പെട്ടവർ. എട്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 5 പരിപാലനങ്ങൾ മക്കൾക്ക് നൽകാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥനാണ് എന്നതാണ് എട്ടാമത്തെ കാര്യം. കുട്ടികൾക്ക് 5 പരിപാലനങ്ങൾ നൽകണം. ഒന്നാമത്തെ കാര്യം ഈമാനിൻ്റെ പരിപാലനം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഈമാനിനനുസരിച്ചാണ് കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാവുക. ഈമാനിൻ്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവർ ചിലപ്പോൾ ഈ സാഹസിൽ ഉണ്ടാവും. കാരണം ജിദ്ദയിലാണ് ജോലി. വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് കയറും മക്കത്തേക്ക്. ഉംറയും കഴിഞ്ഞങ്ങാണ്ട് ജുമയ്ക്കും കൂടിയിട്ട് ജുമ കഴിഞ്ഞിട്ട് ചോറും വെച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് പോരും. രാത്രിയാകുമ്പോഴത്തേനും ഇവിടെ തന്നെ എത്തും. കടന്നുറങ്ങിയിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയൊന്നും ഉംറക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വയലു പറഞ്ഞ ആൾക്കാരും ഉണ്ടാവും, സ്റ്റേജും ഉണ്ടാവും ചിലപ്പം. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു പ്രഭാഷണം എന്ന അർത്ഥത്തിൽ
ആദ്യമായി നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മളീ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആ ശരി തന്നെയാണ് അബൂബക്കറെ, എന്നാൽ നമുക്കിത് നല്ലൊരു പൊതുയോഗം നടത്തിയാണ്ട് ഉറക്കെ പറഞ്ഞോടെ ചോദിച്ചു. അതിന് നബി തങ്ങൾ സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നിങ്ങനെ സ്വകാര്യതയിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലാണ്, ദാറുൽ അർഖമിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾ സമ്മതം തന്നാൽ മതി, ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പറച്ചിൽ ഞാൻ ഏറ്റു, നിങ്ങളെ സമ്മതം മതി പറഞ്ഞു. അതിൽ നബി തങ്ങളൊന്നും മുണ്ടിയില്ല. അപ്പം മൗനം സമ്മതമായി. കഅബൻ്റെ അടുത്ത് പൊതുയോഗം നടത്തി. 60-ൽ ചില്ലാന ആളുകളെ അന്നാകെ ഇസ്ലാമിലുള്ളൂ. അതിനനുസരിച്ചുള്ള പൊതുയോഗം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും വിചാരിക്കണ്ട, അതിനനുസരിച്ചുള്ള ഒരു പൊതുയോഗം കഅബൻ്റെ അടുത്ത്. പ്രഭാഷകൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. മദ്ഹുൻ നബിയാണ് വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം. അടി കിട്ടി, ചെരുപ്പോണ്ടൊക്കെ അടി കിട്ടിയിട്ട് ബോധരഹിതനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ ഓടി വന്നു. അതുവരെ പോലും വന്നില്ല, വീണപ്പോൾ വന്നു. കാരണം അവർ ഈ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ, കൊല്ലങ്ങളോളം കുടുംബത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വീണപ്പോൾ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താങ്ങിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. മഹാനവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഈ അസുഖത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമോ എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ കഅബയുടെ അടുക്കൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഈ അടിയിലെങ്ങാനും സിദ്ദീഖ് മരണപ്പെടുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു അതിന് പകരമായി ഉത്തുബത്തിനെ കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു, മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെരക്കാർക്ക് പിന്നെയും ദേഷ്യമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാട് പറഞ്ഞു, ചെറുക്കന് തിന്നാൻ എന്തേലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ്, ഓനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മ ഭക്ഷണമായിട്ട് ചെന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിൻ്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കൂല പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതിൽ ഉമ്മ പറഞ്ഞു, ഈ രാത്രി ഞാൻ ഇപ്പോൾ എവിടുന്ന് വിവരം കൊണ്ടുവരാനാണ് പറഞ്ഞു. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖത്താബിൻ്റെ മകൾ ഫാത്തിമ ഉണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങള്, അവിടെ പോയാൽ വിവരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഖത്താബിൻ്റെ മകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങളായ ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നും പറഞ്ഞില്ല. കാരണം ഇത് ഹൈറായ ചോദ്യം ഷർറായ ചോദ്യം എന്ന് അറിയില്ലല്ലോ, എന്തിനപ്പോൾ ഈ ചോദ്യം എന്ന് അറിയാത്തതുകൊണ്ട് വിവരം പിന്നെ അങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ മോന് അബൂബക്കർ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്, മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം കിട്ടിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫാത്തിമ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളൊപ്പം പോരാ, എന്നിട്ട് അവിടെ വന്നിട്ട് വിവരം പറയാറ്. അങ്ങനെ ഒപ്പം വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ഇങ്ങനെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉമ്മ കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞു. അതിൽ പറഞ്ഞു, അർക്കമിൻ്റെ വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഞാൻ കണ്ടിട്ടേ ചോറ് കഴിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ രാത്രി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ താങ്ങിപ്പിടിച്ച് അർക്കമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് രംഗം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രസംഗം നടത്തിയ ആൾക്കാർ സ്റ്റേജും ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്ഥാപനം നടത്തിയ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാനാണ്ട് തൂക്കിയാലും മൂപ്പരുതാ തൂങ്ങുക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാകുന്നു. അതുകൊണ്ട് ഈമാൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി കൊടുക്കലാണ്. വീട്ടിൽ അതിനനുസരിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാവണം.